ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ദിവസം എങ്ങനെയായിരുന്നെന്ന് കണ്ടാലോ. രാവിലെ തന്നെ കിളികളുടെ കലവില് കേട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. വീട്ടിലായിരുന്നപ്പോൾ ഈ കുഞ്ഞു കുരുവികളൊക്കെ മുറ്റത്ത് വരുന്ന എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊന്നും താഴോട്ട് വരാറില്ല. ചെറിയ രീതിക്ക് വിശപ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പിന്നെ കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറിയാണേ. രാവിലെ തന്നെ ചിക്കൻ കറി കൂട്ടി കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് വേറൊന്നും ഉണ്ടാക്കാനും തന്നില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ചെടികളൊക്കെ കണ്ടൊന്ന് നടക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള നടത്തം അങ്ങനെ പതിവുള്ളതൊന്നും അല്ല. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചെടികളൊക്കെ കാണിക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് ഇറങ്ങിയേ ഉള്ളൂ. ഈ മോർണിംഗ് ലൈറ്റിലെ ചെടികളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇന്നിനി ചെയ്യാൻ അങ്ങനെ കാര്യമായിട്ട് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ജേണൽ ചെയ്യാന്ന് കരുതി. അങ്ങനെ ഒരു ജേണലെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞു യാത്രാ വിവരണമെന്നോ യാത്രാ ഓർമ്മയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കോളേജിൽ നിന്ന് ടൂർ പോയ സമയത്ത് ഓരോ ഓർമ്മകളും ഇങ്ങനെ ഡയറിയായിട്ട് എഴുതി സൂക്ഷിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടൂർ കഴിഞ്ഞ് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഇങ്ങനെ എഴുതി വെക്കണമെന്ന് കാര്യമൊക്കെ ഓർമ്മിച്ചു. അപ്പോഴത്തേക്കും എഴുതണമെന്നുണ്ടായിരുന്ന പകുതിയും മറന്നുപോയി. കോളേജ് ടൂർ പോയപ്പോൾ അല്ലാതെ അങ്ങനെ വലിയ യാത്രകൾ പോയിട്ടുമില്ല. എൻ്റെ ആദ്യത്തെ മെട്രോ യാത്രയെ പറ്റിയാണ് ഇതിൽ എഴുതുന്നത്. ഈ ഒരു കുഞ്ഞു യാത്രകളും ഇങ്ങനെ എഴുതി വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുക്കിങ്ങും ലഞ്ചും ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. എവിടോട്ടെങ്കിലും പോകാനൊന്ന് റെഡിയായി വണ്ടി കയറി കഴിഞ്ഞാൽ എനിക്ക് അപ്പം വിശക്കാൻ തുടങ്ങും. ഇതിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഒരു സ്ഥിരം കാഴ്ചയാണെങ്കിലും ഓരോ പ്രാവശ്യവും കാണുമ്പോൾ ഞാൻ വലിയ കൗതുകത്തോടെ എല്ലാം റെക്കോർഡ് ചെയ്യും. ഇന്ന് ആകാശം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈ ഒരു മേഘം കണ്ടിട്ട് എനിക്ക് മാലാഖക്കുട്ടിയെ പോലെ തോന്നി. അടുത്തുള്ളൊരു മാളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയം ഓരോ ഷോപ്പിലൊക്കെ കയറി വെറുതെ കണ്ടു നടന്നു. എല്ലാത്തിലും നല്ല വിലയായതുകൊണ്ട് ഓരോന്നും കണ്ടു നോക്കി അവിടെ വച്ചിട്ട് പോന്നു. റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെൽ പെന്നാണ് ഇത്. അത് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായിരുന്നു. അതിന്റെ വില കേട്ടപ്പോൾ ഞാൻ മിണ്ടാതെ വെച്ചിട്ട് പോന്നു. കുറച്ചധികം നടന്നതിന്റെ എനർജിയൊക്കെ പോയതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊരു മൂഡുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചപ്പോൾ അതൊക്കെ വീട്ടിലോട്ട് പോയി. ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.